പാടിയല്ലോ തിന്തിനും പാടിയല്ലോ നമ്മളൊന്നാണ് പട നമ്മളൊന്നാണ് അത്തിനന്തം പാടിയല്ലോ തിന്തിനം പാടിയല്ലോ നമ്മളൊന്നാണ് പട നമ്മളൊന്നാണ് അത്തിനന്തം പാടിയല്ലോ തിന്തിനും പാടിയല്ലോ നമ്മളൊന്നാണ് പട നമ്മളൊന്നാണ് അത്തിനന്തം പാടിയല്ലോ തിന്തിനം പാടിയല്ലോ നമ്മളൊന്നാണ് പട നമ്മളൊന്നാണ് പണ്ടു നാടുവാഴി തമ്പുരാക്കൾക്കായി നമ്മൾ തണ്ടുവലിച്ച് മണി മഞ്ച ചുമന്ന് അത്തിനന്തം പാടിയല്ലോ തിന്തിനം പാടിയല്ലോ നമ്മളൊന്നാണ് പട നമ്മളൊന്നാണ്. പി സാബ് കാവാലം ബോട്ട് ക്ലബിൻ്റെ ലീഡിംഗ് ക്യാപ്റ്റനാണ്. ഞങ്ങൾ അയാവർമ വലിയ ദിവാഞ്ചി ചൂണ്ടനെടുത്താണ് ഈ വർഷം 61ാമത് നെഹ്റു ട്രോഫി മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ഈ കരയുടെ ആത്മാവും എല്ലാമായ അമ്മയുടെ സാന്നിധ്യത്തിലാണ് ഞങ്ങൾ ഈ വലിയ ദിവാഞ്ചി വള്ളം നീറ്റിറക്കുന്നത്. ഈ നാട്ടിലെ എല്ലാ നല്ല ചെറുപ്പക്കാരും മുതിർന്നവരും ഇവിടുത്തെ കരയോഗം മെമ്പർമാരും നല്ല രീതിയിലുള്ള സഹകരണവും ആദരവുമാണ് ഞങ്ങൾ പ്രകടിപ്പിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെയും അമ്മയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഈ നെഹ്റു ട്രോഫി നല്ലൊരു പ്രകടനം നല്ലൊരു കാഴ്ചവെക്കാനുള്ളൊരു ശ്രമമാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അതിന് ഞങ്ങൾക്ക് ഈ അമ്മ അനുഗ്രഹം തരണമെന്നാണ് ഈ സന്നിധിയിൽ ഞങ്ങൾക്ക് അമ്മയോടും ഇവിടുത്തെ കരക്കാരോടും ഞങ്ങൾക്ക് പറയാനുള്ളത്. മാത്രമല്ല ഈ പ്രദേശത്തിൻ്റെ ഒരു ആഗ്രഹം ഈ വള്ളം നല്ല രീതിയിലൊന്ന് വള്ളം കളിച്ചു കഴിഞ്ഞാൽ അവർക്കും വരും കാലത്ത് നല്ലൊരു പേരും പെരുമയുള്ള ക്ലബ്ബ് കളിച്ചു എന്നുള്ളൊരു രീതിയിലേക്ക് പോകുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് താല്പര്യമുണ്ടെന്നാണ് അവർ പറഞ്ഞത്. അതനുസരിച്ച് ഞങ്ങൾ ഇനിയും ഈ വള്ളം തുടർന്ന് മറ്റു മത്സരങ്ങളിൽ പങ്കെടുക്കാനുള്ള ഒരു ആഗ്രഹമുണ്ട്. ആ രീതിയിൽ ഞങ്ങൾ കളിക്കാൻ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അത് അവർ പറഞ്ഞിട്ടുണ്ട് കമ്മിറ്റിക്കാർ. ഞങ്ങൾ നിങ്ങളോട് സഹകരിക്കുന്ന പോലെ നിങ്ങളോട് ഞങ്ങൾ സഹകരിച്ചു കൊള്ളാമെന്നാണ് അത് അവർ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഇതനുസരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ട്രയൽ ഞങ്ങൾ വള്ളം കൊണ്ടുവന്നാൽ ഞങ്ങൾ ഒരു ട്രയൽ എടുക്കാനുള്ള തയ്യാറുണ്ട്. ഒറ്റ ട്രയൽ നാളെ 8 ദിവസം തുടർച്ചയായിട്ട് നല്ല പരിശീലനം നടത്താനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ആ പരിശീലനത്തിൻ്റെ മികവും ഞങ്ങൾ അവിടെ കാട്ടാനുള്ള ഒരു ശ്രമം നടത്തും. അതാണ് ഈ ട്രയലിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി കാവാലത്തെ കുറേ അധികം നല്ല തൊഴിൽക്കാർ മറ്റ് പല വള്ളങ്ങളിലായിട്ട് കളിക്കുന്നുണ്ടല്ലോ, അതിനെപ്പറ്റി? അത് ഉണ്ട്, ഇല്ലെന്നല്ല. അതിപ്പോൾ ഈ തലമുറയിൽപ്പെട്ട ആരും തന്നെ പോയിട്ടില്ല. പഴയ കാലങ്ങളിൽ തുഴഞ്ഞിട്ടുള്ള കുറേ ഒരു 38 പേര്, അതിൽ കൂടുതലില്ല, 38 പേര് മറ്റു വള്ളങ്ങളിൽ പോകുന്നുണ്ട്. ആ വള്ളങ്ങളെന്ന് പറഞ്ഞാൽ GSC 4, 5, 7 പേര് പോയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ കൊമരത്തൊരു 8-9 പേര് പോയിട്ടുണ്ട്. അങ്ങനെ ഈ പറയുവാണ് കുട്ടനാടിൻ്റെ എല്ലാ മേഖലയിലുള്ള വള്ളങ്ങളിലും കളിക്കുന്ന വള്ളങ്ങളിലെല്ലാം ഈ കാവാലത്തുകാർ പങ്ക് എടുക്കുന്നു, തുഴയുന്നു എന്നുള്ള വസ്തുതാപരമായ കാര്യമാണ്. കേരളത്തിൻ്റെ എവിടെ വള്ളങ്ങൾ നടന്നില്ല അവിടെ എല്ലാം കാവാലം ബോട്ട് ക്ലബിൻ്റെ തുഴച്ചിക്കാർ തുഴയും എന്നുള്ളത് ഒരു സത്യമായ കാര്യമാണ്. അടുത്ത വർഷം പുത്തൻചുണ്ടൻ വരുന്നുണ്ട്. അടുത്ത വർഷം പുത്തൻചുണ്ടൻ്റെ പണിപ്പുരയിലാണ് ഇപ്പോൾ ഒരു പുതിയ കാവാലം പുത്തൻചുണ്ട സമിതി എന്നൊരു സംഘടന രൂപീകരിച്ചുകൊണ്ട് അവിടുത്തെ ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇറക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്.